എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ജീറ്റയും മൊട്ടപ്പനും അവർ രണ്ടുപേരും അവിടേക്ക് കടന്നു വരും. മൊട്ടപ്പനാണെങ്കിൽ ഭയങ്കര ആശ്വാസം, കാരണം സൂപ്പർ ഹീറോ പയ്യന് ഒന്നും സംഭവിച്ചിട്ടില്ല, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ, ശരിക്കും എന്താ ഇവിടെ ഉണ്ടെന്ന് ചോദിക്കും. ഉടനെ അവനാണെങ്കിൽ ഓരോരോ കാര്യങ്ങളായിട്ട് പറയാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇവിടെ ബുൽമ, അവളാണെങ്കിൽ പാനിക് ആവാനായിട്ട് തുടങ്ങുകയാണ്. അവളുടെ കയ്യിലുള്ള അവളുടെ കുഞ്ഞുമകൻ അതാണെങ്കിൽ നിർത്താതെ കരയും. ബുൽമയാണെങ്കിൽ പിക്കലോട് പറയും, ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കരുത്, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ആ മോൺസ്റ്റർ അവൻ ഭയങ്കര പവർഫുൾ ആണ്, അവന്റെ ശക്തിയിൽ ഒരുപക്ഷെ എന്റെ മകന് പിടിച്ചു നിൽക്കാനാവില്ല, അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് അവനെ രക്ഷിക്കേ. അത് കേട്ട് പിക്കലോയും മാർഷൽ ആർട്സ് മാനും അവർ രണ്ടുപേരും പറയും, നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, എന്റെ മകന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ആ ഒരു മോൺസ്റ്റർ അവൻ എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്നാണ്. അവൻ എന്റെ ജീവൻ എടുക്കാതെ അവിടുന്ന് കടന്നുപോയി. ഇതിലൂടെ അവൻ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? കട്ട് ചെയ്താ ഇവിടെ മൊട്ടപ്പൻ, അവനാണെങ്കിൽ അത് കേട്ട് ഞെട്ടും. എന്ത്, വേൾഡ് മാർഷൽ ആർട്സ് കോമ്പറ്റീഷനിൽ അവൻ ഫൈറ്റ് ചെയ്യാൻ വരുന്നുവെന്നോ? അവന്റെ തലയ്ക്ക് വട്ടുണ്ടോ? ഇവൻ എന്തായി പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആണെങ്കിൽ അത് കേട്ട് ടെററാവും. എന്തായാലും കുഴപ്പമില്ല, അതുവരെ സമയമുണ്ട്, അതിനുള്ളിൽ ഞാൻ ട്രെയിനിങ് ചെയ്ത് കൂടുതൽ പവർഫുള്ളായി അവനെ നേരിടും. ഇവിടെ നമ്പർ 16 ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് റിക്വസ്റ്റ് ചെയ്യും, ബുൽമയുടെ പപ്പയുടെ ആ ഒരു ക്യാപ്സ്യൂൾ കോപ്പറേഷൻ, അവിടേക്ക് നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോകാൻ കഴിയോ? എനിക്ക് എങ്ങനെയെങ്കിലും എന്നെ ബാക്ക് ടു നോർമലാക്കി എടുക്കണം, അതിനുവേണ്ടി എന്നെ സഹായിക്കണം. അത് കേട്ട് ഇപ്പോ സൂപ്പർ ഹീറോ പയ്യൻ, നീ എന്താ ഈ പറയണേ? എൻ്റെ അമ്മയുടെ ലാബിലേക്ക് തന്നെ ഞാൻ നിന്നെ കൊണ്ടുപോകണോ? അതിനവനാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും, എന്നെ തെറ്റിദ്ധരിക്കരുത്, എനിക്ക് എൻ്റെ പവർ അത് കൂട്ടി അവനുമായിട്ട് പോരാടണം, അതിനുവേണ്ടിയാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് കേട്ട സൂപ്പർ ഹീറോ പയ്യൻ അവനാണെങ്കിൽ ടെൻഷനാവും. കൊണ്ട് പറ്റില്ല, ഒരു കാരണവശാലും ഞാൻ അതിനെ അനുവദിക്കില്ല. അത് കേട്ട് മൊട്ടപ്പനാണെങ്കിൽ അവനെ സമാധാനിപ്പിക്കും, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിന്നെ ഞാൻ സഹായിക്കാം, അവിടേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോവാം. സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടില്ല. എന്താ ഈ പറയണേ, ഇവനെ നീ സഹായിക്കാൻ പോവാണോ? അതിന് മൊട്ടപ്പം പറയും, നിന്റെ കാലത്തുണ്ടായിരുന്ന ആ 17-നെയും 18-നെയും പോലെ അല്ല ഇവൻ നല്ലവനാണ്, നമുക്ക് ഇവനെ വിശ്വസിക്കാം. അത് കരുതും പോലെ ഇവരെല്ലാവരും വില്ലന്മാരല്ല, തീർച്ചയായിട്ടും ഞാൻ ഇവനെ സഹായിക്കുമെന്ന് പറഞ്ഞ് മൊട്ടപ്പനാണെങ്കിൽ അവനെ കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറെടുക്കും. അതേസമയം വെജീറ്റ ആണെങ്കിൽ ഇപ്പൊ ഗോകുവിനെ വിളിക്കുകയാണ്, ഗോകു ഇത്രയും വേഗം നീ പുറത്തേക്ക് വരണം, ആ ടൈം ചേംബറിലേക്ക് പോയി എനിക്ക് കുറെ കൂടെ ട്രെയിനിങ് എടുക്കണം. ഇവിടെ ഗോകുവും ഗൊഹാനും ആണെങ്കിൽ നിർത്താതെ ട്രെയിനിങ് എടുക്കുകയാണ്. മൊട്ടപ്പനും വെജീറ്റയും സൂപ്പർ ഹീറോ പയ്യനും അവരെല്ലാവരും വളരെ വേഗത്തിൽ ഇപ്പൊ ബുൽമയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉടനെ അവരാണെങ്കിൽ ബുൽമയെ കൂടി ചോദിക്കും. അതിന് അവളുടെ പപ്പ പറയും, ഇതുവരെ അവൾ തിരികെ എത്തിയിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യാന്ന് പറയുന്ന അതേ നിമിഷം തന്നെ ഇപ്പൊ ബുൽമയും മാസ്റ്റർ റോഷിയും അവിടേക്ക് ലാൻഡ് ചെയ്യും. ഇവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്താൽ ഇവിടെ ബുൽമയുടെ പപ്പയാണെങ്കിൽ നമ്പർ 16-നെ റിപ്പയർ ചെയ്യാനായിട്ട് ആരംഭിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ നടന്ന കാര്യങ്ങളെല്ലാം മാസ്റ്റർ റോഷിയോട് പറയാണ്. അത് കേട്ട് ബുൽമയുടെ അമ്മയാണെങ്കിൽ വേൾഡ് മാർഷൽ ആർട്സ് മത്സരത്തെക്കുറിച്ച് ചോദിക്കും. അതിന് മാസ്റ്റർ റോഷി പറയും, അതിനെക്കുറിച്ച് പറയാൻ ഏറ്റവും യോഗ്യതയുള്ള ആള് അത് ഞാനാണ്, വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു പോരാട്ടമാണിത്, ഇതിന്റെ നാനാഭാഗത്തുള്ള ശക്തന്മാര് പരസ്പരം ഏറ്റുമുട്ടി അവരിൽ ആരാണ് ഏറ്റവും പവർഫുൾ ആയ ആൾ എന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു മത്സരമാണിത്. 21ാമത്തെ മത്സരത്തിലാണ് ഗോകു ആ പോരാട്ടത്തിൽ ഏർപ്പെട്ടതും അവൻ ചാമ്പ്യനായി മാറിയതും. അതിനെല്ലാം ശേഷം 23ാമത്തെ ടൂർണമെന്റ്, അതായിരുന്നു വലിയൊരു ടൂർണമെന്റ്. അതിശക്തനായിട്ടുള്ള ഒരു ഓപ്പണന്റാണ് അന്ന് ഗോകു നേരിട്ടത്, സാക്ഷാൽ പിക്കലോയെ. അതേസമയം തന്നെയാണ് ഗോകു അവൻ വലുതായ ചീച്ചയെ വീണ്ടും കണ്ടുമുട്ടി അവന്റെ പ്രണയം അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു വലിയ മത്സരത്തില് ഗോകു ഓരോരുത്തരെയായിട്ട് തോൽപ്പിച്ച് അവസാനം ആ പിക്കലോയെ തോൽപ്പിച്ച് വീണ്ടും ചാമ്പ്യനായി മാറി. അത് ഏത് വർഷത്തിലാണ് നടന്നതെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല എന്ന് പറഞ്ഞ് ആള് ചുറ്റും നോക്കും. ഇവിടെ ഇപ്പൊ ആരും തന്നെയില്ല. ബുൽമയുടെ പപ്പയാണെങ്കിൽ മാസ്റ്റർ റോഷിയോട് പറയും, ഇതൊരു നല്ല കഥയാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതൊരു സിനിമയാക്കിക്കൂടാ? ഇതാ അതീവ സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമം കാണിക്കും. ആളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഫേസൊക്കെ വാഷ് ചെയ്യുന്ന അതേ സമയം ആ മോൺസ്റ്റർ അവിടേക്ക് കടന്നു വരും. എനിക്ക് മത്സരിക്കാൻ പറ്റിയ സ്ഥലം അത് ഇതാണെന്ന് പറഞ്ഞ് അവിടെ മുഴുവനായിട്ടും തകർത്ത് ഒരു ഗ്രൗണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യും. അവനാണെങ്കിൽ ഓരോരോ പ്രദേശങ്ങള് അവന് തോന്നുന്നതുപോലെ നശിപ്പിച്ചു കൊണ്ടേയിരിക്കും. പിന്നീട് വലിയ വലിയ മലകള് അതങ്ങനെ കഷ്ണങ്ങളാക്കി മാറ്റി അവർക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ബേസ്മെന്റ് അത് ക്രിയേറ്റ് ചെയ്യും. എനിക്കിത് ഓക്കെയാണ്, എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് കടന്നു പോവാണ്. അതേസമയം ബുൽമയുടെ പപ്പ ആളാണെങ്കിൽ ആ റെക്കോർഡ്സും പേപ്പറും ഒക്കെ തന്നെ വെച്ച് നമ്പർ 16-നെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത്രയും കാലത്തെ എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഇങ്ങനെയൊന്നിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിന് നമ്പർ 16 പറയും, എന്റെ ബോഡിയിൽ ഓർഗാനിക് ആയിട്ട് ഒന്നും തന്നെ ഇല്ല, ഞാൻ കംപ്ലീറ്റ് ഒരു മിഷനാണ്, ഒരു റോബോട്ടാണ്, ആൻഡ്രോയിഡാണ്. അങ്ങനെ ബുൽമയുടെ പപ്പയാണെങ്കിൽ കംപ്ലീറ്റ് ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അവനോട് പറയും, എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് തോന്നുന്നത്,
അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് നിരാശ തോന്നും. അപ്പോൾ എന്നെ ബാക്ക് ടു നോർമലാക്കാൻ കഴിയില്ലേ കേട്ട് ബുൽമയുടെ പപ്പ ചിരിക്കും. അങ്ങനെ കഴിയില്ല എന്ന് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ മകൾ എന്നെ കഴിഞ്ഞും വലിയൊരു ജീനിയസ് ആണ്. അവൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ സഹായിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്റെ പ്രതീക്ഷ കൈവിടേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും അവളിവിടെ വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറയും. ഉടനെ റോബോട്ട് ആണെങ്കിൽ അവളുടെ കഴുത്തിലിരിക്കുന്ന ആ കറുത്ത പൂച്ചയെ അവന്റെ കയ്യിലെടുക്കുകയാണ്. ആ പൂച്ചയാണെങ്കിൽ സ്നേഹത്തോടു കൂടെ അവന്റെ അടുത്തേക്ക് പോകും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഇവിടെ ബുൽമയുടെ അമ്മയാണെങ്കിൽ മിസ്റ്റർ റോഷിക്കും പന്നിക്കുട്ടനൊക്കെ ഒരുപാട് ഫുഡുകൾ കൊടുക്കാൻ തുടങ്ങും. പന്നിക്കുട്ടനാണെങ്കിൽ ആക്രമണത്തോടെ അത് വാരി വലിച്ചു തിന്നും. അത് കണ്ട ദേഷ്യത്തിൽ മാസ്റ്റർ അവനോട് ചൂടാവാനായിട്ട് തുടങ്ങും. ഹാൻസം ബോയ് ആണെങ്കിൽ ആ ഒരു മാർഷൽ ആർട്സ് ടൂർണമെന്റിനെ കുറിച്ചുള്ള ന്യൂസ് കാണാൻ ചാനൽസ് അങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും. വജീറ്റയ്ക്കാണെങ്കിൽ അവന്റെ ദേഷ്യം കൂടും. സെൽ, നീ എവിടെയാണെങ്കിലും മര്യാദയ്ക്ക് എവിടേക്ക് വാ. ഇത് വെറുതെ നിന്റെ ഈ ഹൈപ്പിന്റെയും ഡ്രാമയുടെയും ഒന്നും ആവശ്യമില്ല എന്ന് പറയും. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ ഇപ്പൊ ഹാൻസം ബോയോട് ചോദിക്കും, അവൻ ആ ഒരു ടൂർണമെന്റ് നടത്തുമ്പോൾ നീയും അതിൽ പങ്കെടുക്കോ? അതിനവൻ പറയും, ഞാൻ അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. 9 ദിവസം സമയമുണ്ട്. സോ ഞാൻ ട്രെയിനിങ് ചെയ്യാൻ പുറത്തേക്ക് പോവാണ്. ഉടനെ അവനും അവന്റെ പിന്നാലെ പോവും. ഞാനും നിന്നോടൊപ്പം വരുന്നു. ഇവിടെ ഇരുന്ന് എനിക്കും മടുപ്പ് തോന്നുകയാണ്. അങ്ങനെ വെജീറ്റ ആണെങ്കിൽ അവരെ പരിഹസിക്കും. നിങ്ങൾ അവിടേക്ക് പോയി ട്രെയിനിങ് എടുത്തിട്ട് യാതൊരു കാര്യവുമില്ല. അവനെ തോൽപ്പിക്കാൻ പോകുന്നത് ഞാനാണ്. എൻ്റെ കൈകൊണ്ട് തന്നെ അവൻ തോൽക്കും. അത് കേട്ട് ഇപ്പോൾ ഹാൻസം ബോയ് ആണെങ്കിൽ അവരെ കളിയാക്കും. നിന്നെ ആ മോൺസ്റ്റർ എടുത്തിട്ട് ഉരുട്ടുന്നത് ഞാൻ കണ്ടതാണ്. നിന്നെ കൊണ്ട് അവനുമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത് കേട്ട് കളികളിക്ക് വെജിറ്റി ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, ആ ടൈം ചേംബറിലേക്ക് പോയി ഒരു തവണ ഒരു ട്രെയിനിങ് എടുത്താൽ എനിക്ക് അവനെ തോൽപ്പിക്കാനായിട്ട് പറ്റും. നിന്നെ പോലെ ഒരു മണ്ടനും വിട്ടിയും പേടിച്ചു തൂറുകയല്ല ഞാൻ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പൊരിഞ്ഞ വഴക്ക്. ആ സമയം ബുൽമയാണെങ്കിൽ ഡോറ് തുറന്ന് ഓടി വരും. ആണെങ്കിൽ സൂപ്പർ ഹീറോ പയ്യനെ അടിമുടിയോ നോക്കും. ഓ ഭാഗ്യം, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? ഇനി ഒരിക്കലും നീ ഇങ്ങനെ വലിയ അപകടത്തിലൊന്നും ചെന്ന് ചാടരുത്. അതിന് സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ ഇല്ല എന്ന് മറുപടി പറയും. ഭീമയുടെ കുഞ്ഞു മകനാണെങ്കിൽ ഇപ്പൊ സൂപ്പർ ഹീറോ പയ്യന്റെ മുടിയൊക്കെ പിടിച്ച് വലിക്കാനായിട്ട് തുടങ്ങും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ആ മോൺസ്റ്റർ അവനാണെങ്കിൽ ഇപ്പൊ ടൗണിലേക്ക് എത്തി വലിയൊരു സ്റ്റുഡിയോയിലേക്ക് കടന്നു വരികയാണ്. അവിടെയുള്ള എല്ലാവരെയും തകർത്ത് അവനാണെങ്കിൽ ലൈവ് റിപ്പോർട്ടിങ്ങിലേക്ക് കടന്നു കയറും. അതിനുശേഷം അവൻ ആ ക്യാമറ നോക്കി കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങും. എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ ഞാനാണ്. ഒരുപാട് ജനങ്ങളുടെ പവർ ഉപയോഗിച്ചാണ് ഞാൻ ഇപ്പൊ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഡോക്ടർ ജിറോ ആണ് എന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന 9 ദിവസത്തിനുള്ളിൽ എന്റേതായ രീതിയിൽ ഒരു വേൾഡ് മാർഷൽ ആർട്സ് മത്സരം അത് നടത്താനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്നെ എതിർക്കാം, എന്നോട് ഫൈറ്റ് ചെയ്യാം. ഞാൻ മാത്രമായിരിക്കും നിങ്ങളുടെ ഓപ്പ്. അവനത് പറയുന്ന അതേ നിമിഷം ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ടിവിയിൽ ആ ന്യൂസ് കണ്ട് ഷോക്കാവും. നമ്മുടെ ആൾക്കാർ മാത്രമല്ല, ലോകത്തുള്ള നാനാഭാഗത്തുള്ള എല്ലാവരും ന്യൂസും ആ മോൺസ്റ്റർ സെല്ലിനെയും കണ്ട് ഷോക്കായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇല്ലാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. പഴയ റൂൾസ് പ്രകാരം തന്നെയായിരിക്കും മത്സരം നടക്കുക. ആ ഒരു കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു പോയാലോ മരിച്ചു പോയാലോ നിങ്ങൾ ഔട്ടാവും. അവസാനം ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും ഇല്ലാതാക്കിക്കൊണ്ടായിരിക്കും. അവസാനം ഈ ഭൂമിയിൽ അവശേഷിക്കുന്നത് ഞാൻ മാത്രമായിരിക്കും. ഓരോരുത്തരുടെയും കണ്ണിലെ മരണഭയം, അതാണ് എന്റെ ലഹരി എന്ന് പറഞ്ഞ് ഇപ്പൊ ആ മോൺസ്റ്റർ ആണെങ്കിൽ ആ സ്റ്റുഡിയോ തന്നെ തകർത്ത് കളയുകയാണ്. ഇവിടെ 16ഉം ബുൽമയുടെ പപ്പയും അവർ രണ്ടുപേരും ആൾക്കാരും എല്ലാവരും അത് കണ്ട് ഷോക്കാവും. ബജീറ്റിയാണെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇപ്പൊ പോവാൻ തയ്യാറെടുക്കും. ബുൽമയാണെങ്കിൽ കാര്യം തിരക്കും. അതിനവൻ പറയും, ഈ ലോകം നശിക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ വില്ലനെ, ആ മോൺസ്റ്ററിനെ അവൻ എന്റെ കൈകൊണ്ട് തന്നെ എനിക്ക് തോൽപ്പിക്കണം. അതെന്റെ വാശിയാണെന്ന് പറഞ്ഞ് കടന്നു പോകും. ഉടനെ ഹീറോ പയ്യനാണെങ്കിൽ അവന്റെ പപ്പയുടെ പിന്നാലെ പോകാൻ ശ്രമിക്കും. ബുൽമയാണെങ്കിൽ അവനോട് പറയും, നീ പോകുന്നത് നല്ലതാണ്, പക്ഷെ പോകുന്നതിന് മുൻപ് നിന്റെ മുടി അത് ഞാനൊന്ന് കെട്ടിത്തരാം. ഇതിന് ഓക്കെ പറഞ്ഞ് പോകാൻ തയ്യാറെടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.